കാണും ഞാൻ. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വൽപ്പം വെള്ളം ദാഹിക്കൽ, അല്പം അപ്പം വിശപ്പിന്നു, സ്വൽപ്പം വെള്ളം ദാഹിക്കൽ. സ്ഥലം വിശേഷം ഫലമെത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേ
അഭിനന്ദ മുദ്രാപിത തിരുമേനി ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന അനുസരിച്ച് ഞാൻ പേരുകളൊന്ന് പറയുന്നു. ദുബായ് ഹോംലാൻഡ് ഫെലോഷിപ്പിൻ്റെ മിസ്റ്റർ കെ.എസ്. എബ്രഹാം, ക്ലോക്ക് ടവർ പ്രയർ ഗ്രൂപ്പിൻ്റെ മിസ്റ്റർ ജോർജി സാം, ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ ദുബൈയിൽ നിന്നുള്ള മിസ്റ്റർ വർഗീസ് മാത്യു. ഇപ്പോൾ ഈ പേര് പറയപ്പെട്ട ആളുകൾ മുമ്പോട്ട് വരുന്ന അനുശോചനം അറിയിക്കാനായിട്ടുള്ള അവസരമുണ്ടായിരിക്കും. ഗ്ലോറിയ ന്യൂസിന് വേണ്ടി വേണിയാന്ന് അനുദേവിച്ചു ഇതിൽ വെച്ചാൽ വൈദ്യശ്രേഷ്ഠരെ, പ്രിയ ബാബുവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ ഡാനിയൽ അല്ലെങ്കിൽ ബാബു ദുബായിൽ സൗദി അറേബ്യയിൽ നിന്ന് വന്ന കാലം മുതൽ ഞങ്ങളെ വളരെ അടുത്ത സ്നേഹബന്ധം കുടുംബവുമായി ഉണ്ടായിരുന്നു. വന്ന സമയം തന്നെ അദ്ദേഹം കൂട്ടായ്മയിൽ കടന്നു വരുവാനും കൂട്ടായ്മയുടെ വലിയ ആഴമേറിയ ബന്ധം പങ്കിടുവാനും വളരെ താല്പര്യം കാണിച്ചൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് മോളി അവിടെ കടന്നു വന്നു. അവരുടെ കുടുംബജീവിതത്തിൽ ഒത്തൊരുമിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം അവർക്ക് അവസരം ഒരുക്കി കൊടുത്തു. ആ കാലയളവിൽ പല ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടി കടന്നു പോകേണ്ടി വന്നെങ്കിലും അവിടെയൊക്കെയും പ്രാർത്ഥനയിൽ അന്യോന്യം ബലപ്പെടുവാൻ, ദുഃഖവും സന്തോഷവും പങ്കുവയ്ക്കുവാൻ, ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കി. പ്രിയ ഞാൻ എൻ്റെ സൺഡേ സ്കൂൾ സ്റ്റുഡൻ്റാണ് മോള്. അങ്ങനെ ആ കുടുംബവുമായിട്ട് വളരെ ആഴമേറിയ ഒരു വലിയ സ്നേഹബന്ധം ഞങ്ങൾക്ക് ദുബായിലായിരുന്ന സമയത്ത് പങ്കുവെക്കുവാനിടയായി. ഈ കാലയളവിലൊക്കെയും ശുശ്രൂഷകനായി, അതുപോലെ ഇടവകയുടെ ട്രസ്റ്റിയായും അക്കൗണ്ട് ട്രസ്റ്റിയായും കമ്മിറ്റി മെമ്പറായും അങ്ങനെ വിവിധ രീതിയിൽ ഏറ്റവും വിലയേറിയ ശുശ്രൂഷ ഇടവയ്ക്ക് നൽകി. ഈ മൊഴിയാണെങ്കിലും എല്ലാ കൂട്ടായ്മകളിലും ബന്ധപ്പെടുകയും അതുപോലെ തന്നെ സേവ്യാ സംഘത്തിൻ്റെ ഇപ്പോൾ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുവാൻ ദൈവടിയാക്കി. ദൈവം അവരെ ആ പ്രദേശങ്ങളിൽ വളരെ ഫലവത്തായ ശുശ്രൂഷയ്ക്കായി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവകൃപയിൽ അവർ വളരെ അനുഗ്രഹകരമായ ശുശ്രൂഷ ചെയ്യുവാൻ സഹായിച്ചു. അതിലുപരിയായി ഞങ്ങൾക്ക് കുടുംബമായവരുമായിട്ട് ആഴമേറിയ സ്നേഹബന്ധം പങ്കുവെക്കുവാൻ, ഭാരങ്ങളെയൊക്കെ പ്രയാസങ്ങളെ പങ്കുവെക്കുവാൻ ദൈവടിയാക്കിയ തിരുമേനി കടന്നു വരുന്നല്ലോ. പ്രിയ കുടുംബത്തിൽ നിന്ന് ഇടവകയ്ക്ക് സമൂഹത്തിന് കൂട്ടായ്മകൾക്ക് ലഭിച്ച വിലയേറിയ
കൂട്ടായ്മയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെയായിരുന്നപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് വലിയ റിസോഴ്സുകൾ ഇടവയ്ക്ക് നൽകുവാൻ സാധിച്ചു. ദുബായിൽ നിന്ന് മടങ്ങി കേരളത്തിലുള്ളതായ താമസമാക്കിയ പ്രിയപ്പെട്ട ആളുകളുടെ ഫെലോഷിപ്പാണ് ഹോംലൻഡ് ഫെലോഷിപ്പ്. അതിൻ്റെ പ്രത്യേകമായ അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയാണ്. ദുബായിൽ നിന്നും ദുബായ് ഹോംലൻഡ് ധാരാളം ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അവിടെ പ്രവർത്തിക്കുന്നവരായ ആളുകൾ വന്നിട്ടുണ്ട്. ഡൗഗിയിലെ അംഗങ്ങളായി കടന്നു വന്നിട്ടുണ്ട്. ദുബായ് ഹോംലൻഡ് ഫെലോഷിപ്പിൻ്റെയും ധാരാളം അംഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരുടെയും നാമത്തിലുള്ളതായ അനുശോചനം അറിയിക്കുകയും അനുശോചന സൂചകമായി പ്രിയ കെ വി തോമസ് ഇപ്പോൾ ഹോംലൻഡ് ഫെലോഷിപ്പിന് വേണ്ടി ഇത് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബത്തിന് സകല ബുദ്ധിയേകുന്ന ദൈവസമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവന്ദ്യ പീറ്റോസ് മാർക്രിസ്റ്റോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി നമ്മുടെ ഇടവകയിൽ പ്രത്യേകിച്ച് ശുശ്രൂഷയ്ക്കായി നേതൃത്വം നൽകാനായി എത്തിച്ചേർന്നുള്ള സന്തോഷം അറിയിക്കുകയും ഞാൻ സ്വാഗതം ചെയ്യുകയും തുടർന്ന് അഭിവന്ദ്യ തിരുമനസിൻ്റെ നേതൃത്വത്തിൽ ശുശ്രൂഷ നൽകുകയും അതിനെ തുടർന്ന് അനുശോചനത്തിനുള്ള സമയം നമുക്ക് വേർതിരിക്കുകയും ചെയ്യാവുന്നതാണ്. മരണമുള്ളവരായി ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന് ശക്തി നീ ഇല്ലാതാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നീ വീണ്ടെടുത്തു. നിന്റെ കബറിന്റെ കരുത്താൽ പാതാളത്തിന് സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അനിഷ്ടതയുടെ ഈ ലോകത്തിൽ നിന്ന് മരണമൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന നിന്റെ മകന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്തും നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവരെയും സന്തോഷങ്ങളുടെ വന്ദിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനോട് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്തില്ല നല്ല മഹിമയെ നിരന്തരം കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തെങ്കിൽ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപ്പാടിക്കൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തൊട്ടുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകൊണ്ട് കവറുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തന്റെ ദൈവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ
നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളതും ജീവനുള്ളവരെയും മരിച്ചുടെ ന്യായാധിപതിയുമായിരിക്കുന്ന കർഷിക തമ്പുരാന് തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനമാകുന്ന ശിവതമ്പുരാനെ ഈ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവങ്ങളുടെ സാക്ഷാൽ പുനരുദ്ധാനമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിനും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ രൂപയുടെയും ഇഷ്ടപ്രകാരം ഇല്ലായ്മയെന്ന് നീ ഞങ്ങളെ എവിടേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്ന ആകൽക്കർഷാട വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയും നിന്റെ കരുണയാ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാം വഴിയാതെ ഒരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നിമനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തുനിൽപ്പിനാളത്തിന്റെ അധികാരത്തെ നീ മായിച്ചു പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തുനിൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപസഞ്ജനുമായ കർത്താവേ, ഈ വിട്ടിരിക്കുന്ന ഈ നിർദാസന്റെ സംസ്കാരത്തിന് ഈ സമയത്ത് നിന്റെ സൃഷ്ടരായ ഞങ്ങൾ വിനയഹൃദയത്തോട് നിറങ്ങിയ ആത്മാവോട് കൂടെ സമർപ്പിക്കുന്ന ഈ സൃഷ്ടതയ്ക്കൊള്ളുമാറാകണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരം വേർതിരിപ്പാൻ പാടില്ലാതെ വണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിനായ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ടായി ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ ആനന്ദങ്ങളെ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തെ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ച് ദുഃഖിച്ചുവരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിഭാഗതയുള്ള നടപടികളും വിശുദ്ധ പാതകളും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകങ്ങൾ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊണ്ടുമാറാകണമേ. നിന്റെ കൃപയുടെ തിരകൾ ഞങ്ങളെ മറച്ച ദുഃഖാതിവേദനയില്ലാത്തിടമായ സന്തോഷമുള്ള വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടി തന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നിത്യന്മാരുടെ വിശുദ്ധന്മാരുടെ കൂടെ തന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവുകളിലെ ഇമ്പമുള്ള ധൂപവും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് പുനരുത്ഥാനത്തെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരമുള്ള ആനന്ദവും നൽകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്ത് മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും ഗ്രഹിക്കുവാനായി ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇതിന്റെ മകനും അവകാശിയാകുന്ന പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവേൻ എന്നുള്ള സന്തോഷത്തെ കേൾപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
എല്ലാ നാവുകളിലും നിനക്ക് സ്തുതി. വിളിക്കും ഞങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. ന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. തലമുറയോടും ഗോത്രത്തോടും മരണം അപ്രകാരം ഉപദേശിച്ചു പ്രസംഗിക്കുന്നു. നിന്നൊഴിയെന്നോരൊരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ടു ഓരോരുമില്ല. മധ്യചിത്തം അനുതാപേ നീ വരുത്തിയിടണമേ. ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ ശ്രീകന്മാരുടെ ഒരു സ്തുതി. യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ ദൈവവും യേശുവിൽ കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോട് വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് താൻ കൽപ്പനയോടും തന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുന്നു. മശിഹായിൽ വെച്ചവർ മുൻപേ ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം ഇപ്പോൾ കർത്താവിനോടെയിരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശിപ്പിക്കുന്നവരായിരിക്കുകയും. ഹല്ലേലൂയ ഹല്ലേലൂയ. മടക്കത്തോട് ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് ശുദ്ധേവങ്ങളിലെ ജീവനുള്ള അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ജീവൻ വചനമായ നമ്മുടെ കർത്താവ് യേശു മശീഹായുടെ വിശുദ്ധ വിശുദ്ധവന്യമറിയാമെന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മശീഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽക്കാൻ പോയി. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട് നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നീ അവനോട് അപേക്ഷിച്ചാലും നീ ചോദിക്കുന്ന അവൻ തന്നെ തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് ഞാൻ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട് ഒടുക്കത്തെ നാളിന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. മാർത്ത അവനോട് ഒടുക്കത്തെ നാളില് ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു.
അവൾ അവനോട് കർത്താവെ ലോകത്തിൽ വരുവാനിരിക്കുന്ന ക്രിസ്തു നീ തന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ പ്രിയനായ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെ ഉടയവനും ആത്മാക്കളെയും സർവ്വജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെ മേൽ അധികാരമുള്ളവനുമായ മിശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാരവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തെ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. എന്നാലും ചെയ്തനായ മിശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷകനാകുന്ന മിശിഹാതമ്പുരാനെ നിന്റെ വിശുദ്ധ സകല സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതകളാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ നിന്റെ എതിരായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരുടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരുമായി സ്തുതിപ്പാൻ തക്കണം സന്തോഷം വരുന്ന നിന്റെ ഉയർത്തുന്നതിന്റെ പ്രകാശമുള്ളവരെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം പ്രിയരായസനം ചൊല്ലണം. ജനങ്ങൾക്കെല്ലാം ഇരിക്കാം. അനുശോചനത്തിൻ്റെ വാക്കുകൾ തുടരുകയത്രേ. അനുശോചനം പറയാനായിട്ടുള്ള ആളുകൾ ഞാൻ മുമ്പേ വിളിച്ചനുസരിച്ച് എന്നാണ്. ബഹുമാനപ്പെട്ട തിരുമേനി, ശ്രേഷ്ഠ വൈദികരെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും, ദുബായ് പ്രോക്ടോർ പ്രയർ ഫെലോഷിപ്പിൻ്റെ നാമത്തിൽ അനുശോചനം അറിയിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 20 വർഷത്തിൽ പരമായി ദുബായിയുടെ പ്രദേശത്ത് നടക്കുന്ന പ്രോക്ടോർ പ്രയർ ഫെലോഷിപ്പ് അത് തുടങ്ങി വെച്ചത് അച്ചുമുഞ്ചാൻ മോളിയാൻ്റിയാണ്. അച്ചുമുഞ്ചാൻ മോളിയാൻ്റി നാട്ടിൽ പോകുന്ന സമയത്ത് പ്രയർ മുടങ്ങും എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് മോളിയാൻ്റി, ഞാൻ ദാനിയൽ ബ്രദർ എന്നാണ് വിളിക്കുന്നത്, എൻ്റെ സ്വന്തം ബ്രദർ പോലെയാണ്, ദാനിയൽ ബ്രദറും കൂടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. കാരണം അവരുടെ ഇല്ലായ്മയിലും പ്രയർ നടത്തണം എന്നുള്ളൊരു മോഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊന്നും ഓർക്കാതെ അവർ പ്രയർ നടത്തുവാൻ സൗകര്യമായ ഒരു ഭവനം തിരഞ്ഞെടുക്കുകയുണ്ടായി. എന്നോട് പറഞ്ഞു, ജോലി എങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ദൈവത്തിൽ വിശ്വസിച്ച് സകലം ചെയ്യുന്നു. കഴിഞ്ഞ 4 വർഷക്കാലമായി ഞങ്ങൾ ആ വീട്ടിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും വൈകിട്ട് കൂട്ടായ്മയായിട്ട് അവിടെ കൂടുന്നു. ഫ്രൈഡേ ദുഃഖ വെള്ളിയാഴ്ച വെച്ച് ബാക്കി എല്ലാ ഫ്രൈഡേയിലും അവിടെ കൂട്ടായ്മയുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങുവാൻ ദാനിയൽ സമ്മതിക്കരുത്. അത്ര ശുശ്രൂഷയിൽ എത്ര താല്പര്യമുള്ള ഒരു സഹോദര കുടുംബമായിരുന്നു. എന്നാൽ ഈ സഹോദരൻ്റെ വേർപാട് ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വലിയൊരു നൊമ്പരമാണ്. എന്നാൽ നമുക്ക് വീണ്ടുമുള്ളൊരു പ്രത്യാശ,
ജീവിതത്തിൽ നമ്മൾ വീണ്ടും കാണുമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ കൺട്രോൾ ഇല്ലാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അതിനിടയ്ക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യന് കൺട്രോളുണ്ട്. അവന് ഇഷ്ടം പോലെ ജീവിക്കാം, ഇഷ്ടമുള്ളിടത്ത് ജോലി ചെയ്യാം, ഇഷ്ടമുള്ളപ്പം പോകാം, ഇഷ്ടമുള്ളിടത്ത് വീട് വെക്കാം, താമസിക്കാം. എന്നാൽ അവൻ്റെ ജനനവും മരണവും അത് തമ്പുരാൻ എഴുതിയിരിക്കുന്നു. തമ്പുരാൻ്റെ കയ്യിലാണ് അതിൻ്റെ കൺട്രോൾ. അതുകൊണ്ട് തമ്പുരാൻ്റെ സമയത്തിന് വേണ്ടി ഒരുക്കമുള്ളവരായി ജീവിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ മരണത്തിൽ കൂടെ നമ്മൾ കാണേണ്ടത്. നമുക്കും നാളെ മരണമുണ്ട്, ഉറപ്പാണ്. എന്നാൽ തമ്പുരാൻ വിളിക്കുമ്പോൾ പോകുവാൻ ഒരുക്കമുള്ളവരാണ്. ദാനിയേലിനെ സംബന്ധിച്ച് പൂർണ്ണമായ ഒരുക്കത്തോടായിരുന്നു. ഞാനും രായിച്ചാനും കൂടാണ് ദുബായിൽ നിന്ന് പോയിരുന്ന അന്ന് ഉച്ചയ്ക്ക് അവിടെ ഭവനത്തിൽ ചെന്ന സാധനമെല്ലാം പറക്കി കെട്ടി വണ്ടിയിൽ കയറ്റി വെച്ചത്. അന്നേരം പറഞ്ഞു, ജോലി ഞാൻ പോയിട്ട് 10 ദിവസം, ഞാൻ മാർച്ച് ആദ്യം നാട്ടിൽ വരുന്നുണ്ട്, കാണാമെന്ന് പറഞ്ഞപ്പോഴും അതിനു മുമ്പ് ഞാൻ തിരിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞു. ഒരിക്കലും ഇങ്ങനൊരു ഇവിടെ വന്ന് നിൽക്കും, ഇങ്ങനൊരു സംഭവമാണെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ പദ്ധതിയെ നമുക്ക് തടയുവാൻ സാധ്യമല്ല. നമുക്ക് കുടുംബത്തിന് വേദനകളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും വലിയവനായ ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മളും വീണ്ടും ജീവിതത്തിൽ ഒരുക്കത്തോടെ മുന്നോട്ട് ജീവിക്കണം. ഓരോ മരണങ്ങൾ കാണുമ്പോഴും നമ്മുടെ സമയവും അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലാതെ ജീവിതത്തിൽ പ്രായമായിട്ട് മരിക്കുന്നതല്ല. ചെറുപ്പക്കാർ മുതൽ എല്ലാവർക്കും സംഭവിക്കാം. രാവിലെ സാബുവായി വരുന്നത് പറഞ്ഞതുപോലെ ഒരു പൈതൽ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ മരണവും എഴുതപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മരണം അന്ന് തുടങ്ങിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിന് ഒരുക്കമുള്ളവരായി തീരട്ടെ. ഈ കുടുംബത്തെ പരിശുദ്ധനായ ദൈവം ബലപ്പെടുത്തട്ടെ. തുടർന്നുള്ള മകളുടെ പഠിത്ത കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ കൃപ അളവില്ലാതെ ദൈവം ചൊരിയട്ടെ. ഈ ഭൂമിയിലെ പിതാവ് മാറ്റപ്പെട്ടു, എന്നാൽ വലിയവനായ പിതാവ് അവർക്ക് താങ്ങായി തണലായി എപ്പോഴും അവർ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ക്ലോക്ക് ടവർ പ്രയർ ഫെലോഷിപ്പിന്റെ നാമത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തി റീത്ത് സമർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ റിൻചാനെ ക്ഷണിക്കുകയും ചെയ്തു. ഉണ്ടാകട്ടെ. ശ്രേഷ്ഠ വൈദികരെ, ദൈവജനമേ, ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പ്രിയ ദാനിയേൽ ബാബു ഭവനുമായിട്ട് ദീർഘവർഷത്തെ ബന്ധം ദുബൈയുടെ പ്രദേശത്ത് എനിക്ക് പടുത്തുയർത്തുവാൻ സാധിച്ചു. അത് ആത്മീയ കൂട്ടായ്മയുടെ ചുക്കാൻ പിടിക്കുവാൻ ദൈവം പ്രിയദാസിനെ കൂടി സഹായിച്ചു. ഈ കുടുംബം ഒരു ശ്രേഷ്ഠമായ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച ഒരു കുടുംബമായിരുന്നു. കൂട്ടായ്മ എവിടെ ഉണ്ടെങ്കിൽ അവിടെ കടന്നു ചെന്ന് ഭാരത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുവാൻ, സഹായം ചെയ്യുവാൻ അവർ കാണിച്ച സ്നേഹത്തിന്, അവർ കാണിച്ച താല്പര്യത്തിന് അവർക്ക് ദൈവം അവർക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ദുബായ് ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിന്റെ അനുശോചനം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭവനത്തെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശ്രേഷ്ഠകരമായ ഒരു ജീവിതം നയിപ്പാൻ ഈ 55 വയസ്സിനുള്ളിൽ ഇടയാക്കി. ചെന്ന സഭയിലായാലും സമൂഹത്തിലായാലും ദൈവം കൊടുത്ത ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അവിടുന്ന് രോഗാവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ദുബായ് എയർപോർട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞു, മാർച്ച് 10-ാം തീയതി ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ വരും 10-ാം തീയതി നമുക്ക് കൂട്ടായ്മ വളരെ ശക്തമായിട്ട് നടത്തണം. എനിക്ക് പല കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടെ സൗഖ്യത്തോടെ മടങ്ങുക. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പറഞ്ഞ സ്നേഹ ചുംബനം കൊടുത്താണ് ഫെബ്രുവരി മാസം 19-ാം തീയതി ദുബായ് എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നത്. എന്നാൽ ദൈവഹിതം കർത്താവിന്റെ പ്രിയദാസന്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച് കർത്തസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ആ കുടുംബത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ആ കുടുംബം കർത്താവിന് വേലയ്ക്ക് ചുമല് കൊടുത്ത ഒരു കുടുംബമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ആ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദുബായ് ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിന്റെ നാമത്തിലുള്ള അനുശോചനം അറിയിക്കുകയും ഇപ്പോൾ സിസ്റ്റർ ബേബി സമർപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ദുബായ് മാർത്തോമാ ഇടവകയുടെ സെക്രട്ടറി ആയിരിക്കുന്ന മിസ്റ്റർ ബിജു അടൂർ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത്രയും ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ,
വിശ്വാസികളുടെ സമൂഹമേ, ഈ പ്രിയപ്പെട്ട CG ഡാനിയൽ അച്ചായൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, വളരെയധികം ദുഃഖത്തിലും വേദനയിലുമാണ് നാം എല്ലാവരും ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു വേർപാടാണ് പ്രിയപ്പെട്ട ബാബുച്ചായൻ്റേത്. ബാബുച്ചാൻ നമ്മളെ വിട്ട് കടന്നുപോയത്. ദുബായ് പ്രദേശത്ത് വളരെ അനുഗ്രഹീതമായ നേതൃത്വം നിർവഹിക്കുന്ന ഒരു ഫാമിലിയാണ് പ്രിയപ്പെട്ട ബാബുച്ചാൻ്റെ ഫാമിലി. ഞാനിവിടെ നിൽക്കുമ്പോൾ ക്രൈസ്തവ മേഖലയിലെ എക്യൂമിനിക്കൽ വാർത്താ മാധ്യമമായ ഗ്ലോറിയ ന്യൂസിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഗ്ലോറിയ ന്യൂസിലൂടെ ഈ ദുഃഖവാർത്ത ഓൺലൈനിലൂടെ അറിഞ്ഞപ്പോൾ വളരെ വേദനയിലൂടെ അനേകം ആളുകൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുകയുണ്ടായി. വളരെയധികം സപ്പോർട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈ കുടുംബം നൽകിയിരുന്നുവെന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ചില നാളുകൾക്ക് മുമ്പ് ദുബായിൽ ആശുപത്രിയിൽ ഗ്ലോറിയയുടെ ടീം ആളുകൾ വന്ന് കണ്ടപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി കട്ടിലിൽ എണീച്ചിരുന്ന് വർത്തമാനം അവരോട് പറഞ്ഞു. വളരെ പ്രത്യാശാപൂർവമായി അവരോട് സംസാരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തോടും പീഡാസഹനത്തോടും ചേർന്ന് ജീവിക്കുവാൻ ചേരുന്നതിന് പ്രിയപ്പെട്ട അച്ഛൻ്റെ ജീവിതം ഇടയായി എന്ന് പറയുന്നു. മാതൃകാപരമായ ഒരു ജീവിതമായിരുന്നു പ്രിയപ്പെട്ട ബാബുച്ചാൻ്റേത്. ഇടവക സമൂഹത്തിൽ മാത്രമല്ല, പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് അവരിരുവരും കുടുംബമായി ശ്രദ്ധേയമായ നേതൃത്വം നിർവഹിച്ചു. ദൈവവചനത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ്ലീഹ പറയുന്നു, മരിച്ചാലും ജീവിച്ചാലും കർത്താവിനോടുകൂടെ. അവരുടെ ഒരു വലിയ പ്രത്യാശയിലാണ് ഈ പ്രിയപ്പെട്ട ദാസൻ നമ്മെ വിട്ട് കടന്നു പോകുന്നത്. പൗലോസ്ലീഹ വീണ്ടും ഒറ്റ വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിലായിത്തീരുന്ന വലിയൊരു അനുഭവം, ഇൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്. നാം ഇവിടെ പ്രിയപ്പെട്ട CG ഡാനിയൽ അച്ഛനെ യാത്രയാക്കുവാനായിട്ട് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വലിയൊരു അനുഭവം ഉണ്ടാകുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. എല്ലായ്പ്പോഴും വേർപാട് ദുഃഖകരത്തിൻ്റെ അനുഭവമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രിയപ്പെട്ട ദാസനെ യാത്രയാക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തെ അളക്കുന്നതിന് പ്രിയപ്പെട്ട ഈ ദാസൻ്റെ വേർപാട് ഇടയാകണം. പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനമായി ഈ യാത്രാമൊഴി നൽകുവാൻ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ദാസൻ മരിച്ചു കഴിഞ്ഞാൽ ജീവിക്കുമോ എന്നൊരു വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറയും, തീർച്ചയായിട്ടും ജീവിക്കും. ഈ പ്രിയപ്പെട്ട ബാബുച്ചാൻ്റെ നല്ല സ്മരണകൾ, നല്ല അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ നന്മകൾ ഈ കുടുംബാംഗങ്ങൾക്ക് പകർന്നു നൽകുവാൻ, ലോകത്തിന് സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം തുടർന്ന് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗ്ലോറിയ ന്യൂസിൻ്റെ എല്ലാ വായനക്കാരുടെ പേരിലും, പ്രത്യേകിച്ച് ഗ്ലോറിയ ന്യൂസിൻ്റെ രക്ഷാധികാരി അഭ്യുന്നയ ക്രിസോസ്റ്റം തിരുമേനിയാണല്ലോ ഈശോ സംസ്കാര ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയത്. എല്ലാ ടീമിൻ്റെയും എല്ലാ കുടുംബത്തിൻ്റെയും ഗ്ലോറിയ ന്യൂസിൻ്റെ പേരിലുള്ള അഗാധമായ ദുഃഖവും വേദനയും ഈ സമയത്ത് അറിയിക്കുന്നു. അഭിവന്ദ്യ വൈദികരെ, പ്രിയ വിശ്വാസ സമൂഹമേ, CG ഡാനിയലിൻ്റെ വിയോഗം ദുബായ് മാർത്തോമ ഇടവകയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു വലിയ തീരാനഷ്ടം തന്നെയാണ്. ശ്രീ CG ഡാനിയലിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഇടവകയ്ക്ക് ലഭിച്ച ശുശ്രൂഷ അത്ര വലുതാണ്. പ്രത്യേകിച്ചും ഇടവക ചുമതലക്കാരെന്ന നിലയിൽ കഴിഞ്ഞൊരു വർഷം ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ലഭിച്ച മാർഗനിർദ്ദേശങ്ങളും കൈത്താങ്കലുകളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങളെ വളരെയധികം സഹായിച്ച ഒന്ന് തന്നെയാണ്. മോളിമമ്മ ഇപ്പോൾ ദുബായ് മാർത്തോമ സേവികാ സംഘത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സുസ്ഥിരമായ സേവനമാണ് ഈ നാളുകളിൽ ദുബായിയുടെ വേണ്ടി ഈ കുടുംബം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ തങ്ങൾക്ക് ലഭിച്ച കഴിവും സമയവും സമ്പത്തും വിനിയോഗിക്കുവാൻ ഈ കുടുംബത്തിന് സാധിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ശ്രീ CG ഡാനിയലിനെ കുറിച്ച് പറയുമ്പോൾ സൗമ്യമായ സ്വഭാവവും ശാന്തമായ പെരുമാറ്റവും കൊണ്ട് ഏവരുടെയും സൗഹൃദം പിടിച്ചു പറ്റുവാൻ പ്രിയദാസന് സാധിച്ചിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
യജമാനൻ തൻ്റെ പൂന്തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ പുഷ്പമാണ് ഇറുത്തെടുക്കുന്നത്. ദൈവം തൻ്റെ പൂന്തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പുഷ്പം ഇറുത്തെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്റെ വേർപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ദുഃഖം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണെങ്കിലും ഇന്ന് സ്വർഗം സന്തോഷിക്കുന്നു എന്നതിൽ നമുക്ക് ആശ്വസിക്കാം. ഇവിടെ ഒരു മരണം സംഭവിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു ജനനം സംഭവിച്ചിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ ക്രിസ്തീയ പ്രത്യാശയും വിശ്വാസവും. ആ ഒരു വലിയ പ്രത്യാശയാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്നത്. ഈ അവസരത്തിൽ ആശ്വാസവാക്കുകൾക്ക് പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും സ്വർഗത്തിലെ ദൈവം തൻ്റെ സ്വർഗീയ സമാധാനത്താൽ മോളിമാമയും കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ദുബായ് മാർത്തോമാ ഇടവകയുടെ എല്ലാവിധ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് പ്രേരിച്ച് സമർപ്പിക്കുന്നു. ഈ ഇടവകയിൽ നിർവഹിച്ച് ഇപ്പോൾ അനുശോചനം വഹിച്ച ബഹുമാനായ വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള വിശ്വാസ സമൂഹമേ, പ്രിയപ്പെട്ട CG ദാനിയേലിന്റെ കുടുംബാംഗങ്ങളെ, ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. എല്ലാ മരണങ്ങളും വിലയേറിയതാകുന്നു എങ്കിലും തന്നെ സ്നേഹിച്ച് തനിക്ക് വേണ്ടി ശുശ്രൂഷ അർപ്പിക്കുന്ന ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈ പ്രിയ CG ദാനിയേലും കുടുംബവും ഇടവകയിലെ അംഗത്വം സ്വീകരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയ്ക്ക് വലിയ പരിചയം ആ കുടുംബവുമായിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ട ദാസിയുടെ സഹോദരിയും കുടുംബവും ദീർഘവർഷങ്ങളായി ഈ ഇടവകയിൽ സജീവമായി ബന്ധത്തിലാണ്, സജീവമായ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ CG ദാനിയേലിന്റെ കുടുംബവും ഈ ഇടവകയിൽ അംഗത്വം സ്വീകരിച്ചിട്ട് 2 വർഷങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും ദൈനംദിന പരിപാടികളിൽ പങ്കെടുക്കുന്നതിനോ ഇടവകയുടെ വിവിധ കാര്യങ്ങളിൽ സംബന്ധിക്കുന്നതിനോ അവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ നാട്ടിൽ അവധിക്ക് വരുന്നതായ സമയത്തൊക്കെ ഇടവകയിൽ വരികയും ശുശ്രൂഷകളിൽ സംബന്ധിക്കുകയും ഇടവകയുടെ എല്ലാവിധമായ കാര്യങ്ങളിൽ വളരെ കൈത്താങ്ങൽ നൽകുകയും ചെയ്ത ഒരു കുടുംബമായിരുന്നു പ്രിയപ്പെട്ട CG ദാനിയേൽ കുടുംബവും. ഇവിടെ നാം കേട്ടതും അനുസ്മരിച്ചതും പോലെ ദീർഘ സംവത്സരകാലം ദുബൈയുടെ പ്രദേശത്ത് താമസിച്ച് ശുശ്രൂഷ ചെയ്ത അവസരങ്ങളിലൊക്കെ ആ ഇടവകയുമായി വളരെ നല്ല ബന്ധത്തിൽ നല്ല നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ദാസനായിരുന്നു എന്ന് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. പല ആളുകളും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ കുറെ ആളുകളൊക്കെ ഇടവകയുമായുള്ള ബന്ധത്തിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നുവെങ്കിലും കുറെ ആളുകളൊക്കെ അതിൽ നിന്ന് വിട്ടുനിൽക്കും. അതിന്റെ പിന്നിൽ പല കാരണങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. എന്നാൽ വിദേശ സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ അവിടെയുള്ളതായ സഭാ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥനാ കൂട്ടങ്ങളിലൊക്കെ നേതൃത്വം നൽകുകയും ചെയ്യുന്നത് തീർച്ചയായും ദൈവനാമം മഹത്വപ്പെടുന്നതിന് ദൈവം അത് എടുത്തുപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ തർക്കവുമില്ല. ഇവിടെ അനുസ്മരണ പ്രഭാഷണത്തിൽ പല ആളുകളും പറഞ്ഞതുപോലെ ദുബായിയുടെ പ്രദേശത്ത് ദീർഘ സംവത്സരകാലം ജീവിച്ച് അവിടെയുള്ള ഇടവകയ്ക്ക് സഭയുടെ വിശ്വാസ സമൂഹങ്ങൾക്കൊക്കെ വളരെ നല്ല നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ദാസനായിരുന്നു എന്ന് നാം കേട്ടുവല്ലോ. തീർച്ചയായും അത് വളരെ നല്ല ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ കഴിവുകൾ, സമയം, പണം ഇതൊക്കെ ദൈവനാമ മഹത്വത്തിന് ദശാംശം വേർതിരിച്ച് ചെയ്യണം എന്നുള്ളത് നമ്മളെ നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അതിൽ നിന്നൊക്കെ നാം പിൻവലിഞ്ഞ് പോകുന്നവരാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും സമയമുള്ള ആളുകളെ തന്നെ ഇടവകയുടെ ഏതെങ്കിലും ഒരു ചുമതലാ സ്ഥാനത്തേക്ക് പേര് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല, എനിക്ക് നേരെയില്ല, ഒരുപക്ഷെ അവരെ ഭരിക്കുന്ന മറ്റ് പല ചിന്തകളായിരിക്കാം. എന്നാൽ ആയിരിക്കുന്ന മേഖലകളിലൊക്കെ കർത്താവിന്റെ സാക്ഷികളായി തീരുക, ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സഭയുടെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിത്തം വഹിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രിയപ്പെട്ട ദാസനും കുടുംബവും ആ പ്രദേശത്ത് താമസിച്ച് ദീർഘ സംവത്സരകാലം ജീവിച്ചിരുന്നപ്പോൾ ഇടവകയുമായൊക്കെ പുലർത്തിയ ബന്ധം തീർച്ചയായും സ്വർഗം മാനിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ കൂടിയിരിക്കുന്നതായി ജനസമൂഹം. അഭിമന്യ വരിമത്രാപദ്ധതിയുടെ സാന്നിധ്യമൊക്കെ അതാണ് വെളിവാക്കുന്നത്. ഇവിടെ വന്ന ബഹുമാനിന്റെ അച്ഛന്മാരുടെ സാന്നിധ്യം അതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായും ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ്. 2 വർഷക്കാലം മാത്രമേ ഇടവകയിൽ അംഗത്വം സ്വീകരിച്ചിട്ടുള്ള എങ്കിലും തീർച്ചയായും അവർ നാട്ടിൽ മടങ്ങി വന്ന് ഈ ഇടവകയിൽ സജീവമായ ബന്ധത്തിലൊക്കെ പ്രവർത്തിക്കേണ്ടതായിരുന്നു. നാം മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരു കുറഞ്ഞ പ്രായ പരിധിയിൽ തന്നെയാണ് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടത്. ഇന്ന് 80-90 വയസ്സ് വരെയൊക്കെ ആളുകൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 55 വയസ്സ് എന്ന് പറയുന്നത് അത്ര വലിയ ഒരു പ്രായമല്ലല്ലോ. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം
മരണം എന്നുള്ളതായ യാഥാർത്ഥ്യം എപ്പോഴും നാം ഉൾക്കൊള്ളേണ്ടവരാണ്. അതെപ്പോഴാണ്, ഏത് സമയത്താണ് എന്ന് മാത്രം നമുക്ക് നിശ്ചയമില്ല. മനുഷ്യ ജീവിതത്തിന്റെ ചിന്തകൾക്ക് അതീതമായി, മനുഷ്യനെ സങ്കല്പിക്കാവുന്നതിൽ അതീതമായ ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത്. ഇന്നുവരെ ഒരു മനുഷ്യ ജീവിതത്തിലും അതിനെക്കുറിച്ച് പ്രവചിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു. അതുകൊണ്ട് എപ്പോൾ മരണം നമ്മെ വിളിച്ചാലും ആ മരണത്തിന് ഒരുക്കമുള്ളവരായി ദൈവസന്നിധിയിലേക്ക് പോകുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഈ ശുശ്രൂഷകളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തീർച്ചയായും ഈ പ്രിയ ദൈവദാസൻ ദീർഘ സംവത്സരക്കാലം ഈ സഭയ്ക്ക് ഇടവുകൾക്കൊക്കെ നൽകിയ നല്ല നേതൃത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൂത്രപ്പള്ളി മാർത്തോമ ഇടവകയുടെ നാമത്തിലുള്ളതായ അനുശോചനം ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. കർത്താവിനെ ആശ്വസിപ്പിക്കുന്നതായ കരം അവർക്ക് തുടർന്നും പ്രത്യാശയായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ അടുത്ത് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിപ്പാൻ ദൈവം അവരെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആശംസിച്ചുകൊണ്ട് ഈ ഇടവകയുള്ള എല്ലാവരുടെയും നാമത്തിലുള്ളതായ അഗീതവുമായ അനുശോചനം ഇപ്പോൾ രേഖപ്പെടുത്തുന്നു. ഇടവകയ്ക്ക് വേണ്ടി ട്രസ്റ്റി ശ്രീ എ.ജി. ജോസഫ് ട്രസ്റ്റിയെടുത്ത് പുഷ്പചക്രം പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. മൂന്നാം ഭാഗം ശുശ്രൂഷ സെമിത്തേരിയിൽ വെച്ചുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയത്രേ. അതുകൊണ്ട് ആരെങ്കിലും താമസിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ 1-2 മിനിറ്റുകളെല്ലാം ഇതിനെ തുടർന്ന് ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് എടുക്കുക. ഒരു വാക്ക് നന്ദി പറയുവാനായിട്ട് ആ കുടുംബമായിട്ട് പറ്റും. അധിക സമയമെടുക്കില്ല, 1-2 മിനിറ്റ് ഇരിക്കണം. ഇന്നത്തെ ഈ ശുശ്രൂഷ വളരെയധികം അനുഗ്രഹപ്രദമാക്കിയ വലിയ തിരുമേനിയോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ കുത്രപ്പള്ളി മാർത്തോമാ ചർച്ച് വികാരി, കൈസ്ഥാന സമിതി, സ്ത്രീകളുടെ കൂട്ടായ്മ, യുവനസഖ്യം, എല്ലാ പ്രസ്ഥാനത്തോടും ഈ ഇത്രയും അനുഗ്രഹപ്രദമാക്കിയുള്ള നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഭവനത്തിൽ വന്ന് പ്രാർത്ഥന നടത്തിയ ബഹുമാനമുള്ള ജോഷാമാർ, ബഹുമാനമുള്ള കർണവാസ് തിരുമേനി ഒക്കെ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയിലെ മെത്രാപ്പൊലീത്തായ ജോഷാമാർ തിരുമേനി, മറ്റ് സഭകളിൽ നിന്ന് സഹോദരി സഭകളിൽ നിന്ന് വന്ന വൈദികര്, സുവിശേഷകര്, അതുപോലെ തന്നെ മറ്റ് അഭ്യുതകാംക്ഷികളെ, പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും ഈ അവസരത്തിൽ ഞാൻ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നുമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ദുബായിയുടെ പ്രദേശത്ത് നിന്ന് വന്ന വിവിധ സംഘടനകളുണ്ട്. ആ സമയത്തിന്റെ പരിമിതി മൂലം ഓരോ സംഘടനയുടെ പേര് എടുത്തു പറയുന്നില്ല. അവരുടെ അഗീതമായിട്ടുള്ള പങ്കാളിത്തം ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. ദുബായിലെ വിവിധ സംഘടനകളോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദുബായ് മർത്തോമ പള്ളിയുടെ വികാരി, കൈസ്ഥാന സമിതി, ഇടവക ജനങ്ങൾ, മറ്റ് പ്രസ്ഥാനങ്ങൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ബാബു ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്പെക്ട്ര ഇന്റർനാഷണൽ പ്രതിനിധി ഈ ശുശ്രൂഷ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ മോള് ജോലി ചെയ്തുകൊണ്ടിരുന്ന ദുബായ് ഇൻഷുറൻസ് കമ്പനി, അതുപോലെ തന്നെ മോള് പഠിച്ചുകൊണ്ടിരുന്ന ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ് മംഗലാപുരം, ഇവിടെ നിന്നുള്ള ഈ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അവർക്ക് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ കൃതിക്കാട് മർത്തോമ ചർച്ച് അതിലെ വികാരിയച്ഛന്, അതുപോലെ തന്നെ അവിടുത്തെ ഇടവജനങ്ങള്, മറ്റ് കൈസ്ഥാന സമിതികൾ എല്ലാവരും ഈ ശുശ്രൂഷ ഇന്നലെ തൊട്ട് ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അവർക്കും ഞാൻ കൃതജ്ഞ അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ സേവിയാ സംഘങ്ങള്, അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ ശുശ്രൂഷയിൽ വരികയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത പല പ്രസ്ഥാനക്കാരുണ്ടായിരുന്നു. അതുപോലെ പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു, പല പ്രയർ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. സമയത്തിന്റെ പരിമിതി മൂലം എല്ലാവരുടെയും പേര് എടുത്തു പറയുന്നില്ല. ഇവർക്കൊക്കെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു.
രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്ന് ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. ആകെയിൽ പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. ആകെയിൽ പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം
മാനിച്ചവനെ മണ്ണിനെ കഴിക്കുന്നു സ്നേഹിച്ചവനെ ശോകത്തോടക്കുന്നു സ്നേഹിത ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു ഒഴിക്കും പുഴുവീനു ഇരയാവാനയക്കുന്നു നാഥാ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു താരാതരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദി ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുളുക. പറഞ്ഞിട്ട് മോളെ പറയാവേ പറഞ്ഞിട്ട് നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തുന്നേൽക്കുന്ന പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിലെല്ലാം അത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിന്ന് കളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്ക. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി, സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും
പാപമോചനത്തിനുള്ള മാമോദീസ നോക്കി വാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവം എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ശുമശിയായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന സമയത്തിലെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷയുടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. ഇപ്പോൾ മൂടി വെച്ച് ഭൗതിക ശരീരം ശരീരത്തിലേക്ക് ഇറക്കാം. ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച സൈഡിൽ നിന്നോണ്ട് ചെയ്തേ ചേട്ടാ, അങ്ങോട്ട് കയറി സൈഡിൽ ഒരാളെ ഇപ്പറയാ പാടി തട്ടണേ. പറ്റുപോരണോ? ശുശ്രൂഷയെ സംബന്ധിക്കുന്നവർക്ക് ഒരു ചെറിയ ചായ ക്രമീകരിച്ചിട്ടുണ്ട്, അതിലൂടെ സഹകരിക്കണമോ? എല്ലാവരും അങ്ങോട്ട് വരണം. പെട്ടെന്ന് പോരെ. അങ്ങോട്ട് പോകേ പോക്ക് അറിയാം. കട്ടല്ലേ കേട്ടോ, ആണി പോലെ. സാബു ഈ സൈഡിൽ നിന്നാൽ മതി, ഈ സൈഡിൽ നിന്നാൽ മതി. അവരുടെ വെയിലാ, ഓപ്പോസിറ്റ് വരും.
ഇവിടെ വന്നാൽ മതി. സൂര്യ വലിക്കരുത്, ആൾക്കാർ താഴെ പോകും. സൂര്യ താത്തിട്ട് സൂര്യ കേബിള് എൻ സ്വദേശം കാൺമതിൻ ബദ്ധപ്പെട്ടോടിടും ഇനി തലക്കലും കാൽക്കലും ആള് നിൽക്കണം, സെന്ററിലും ഒന്ന് താങ്ങി കൊടുക്കണം. ഇവിടെ ഇവിടെ ഒരാളെ താഴെ വെട്ടിക്കാത്ത പിടിക്കും, വെട്ടിക്കാത്ത പിടിക്കും. കയറെ പിടിക്കുന്നവർ കയറിനകത്ത് നിൽക്കും, കയറെ പിടിക്കുന്നവർ ഒരുപോലെ പ്രശ്നമൊന്നും വരുത്തില്ല. സെന്ററിൽ വന്നിട്ട് നിങ്ങൾ പെട്ടി പിടിക്കുന്നവർ പറഞ്ഞിട്ട് വിടണം. നിങ്ങൾ കയറിനകത്ത് ബലം കൊടുക്കുക. കയറ് വിടരുത്. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ